2023 ഫെബ്രുവരി 14 ഒരു ഒരു 4-4:30 എനിക്ക് കിട്ടിയ ഒരു അടാറ് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു പവർ മെഷീൻ, അതായത് ജാക്കിൻ്റെ F5. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരെണ്ണം വേണമെന്ന്. പക്ഷെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും പെട്ടെന്ന് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ചെറിയ വ്ളോഗ്, ഒരു ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ, ഇത് പർച്ചേസ് ചെയ്യാൻ പോയതും എനിക്കിത് എന്നെ കാണിച്ചു തരുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്സൊക്കെ അച്ഛൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും വീഡിയോ ഒക്കെ ഇടാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അത് ആ ടൈമിലൊക്കെ വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ജോലി ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ എനിക്കത് ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ ഒരു ഓയിൽ ചേഞ്ചിങ്ങിന് ടൈം ആയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചത്. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇതിപ്പം പറയാൻ കാരണം, ഞാനിപ്പോൾ ഇതൊരു 7-8 മാസമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 7-8 മാസമായിട്ടുള്ളൂ ഞാനിതിപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു ടൈം ആയപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയുടെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം മിഷൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ ഓയിൽ ചേഞ്ചിങ്ങിൻ്റെ സംഭവം കാണിച്ചു. അപ്പോഴാണ് ഞാനും എൻ്റെ മിഷൻ്റെ ഓയിൽ കുറേ നാൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പം ഞാൻ അത്ര ആയില്ല എന്നാണ് കരുതിയത്. പക്ഷേങ്കിൽ ഓയിൽ നന്നായിട്ട് കറുത്തൊരു പരുവായി കേട്ടോ. ഓയിൽ ചേഞ്ച് ചെയ്യുന്നതൊക്കെ വളരെ എളുപ്പമാണ്. അതിലെന്തോ ഒരു സ്ക്രൂ ഉണ്ട്, അതൊന്ന് റിമൂവ് ചെയ്തിട്ട് അടിയിൽ ഇങ്ങനെ ഒരു ബൗള് പിടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഓയിൽ അതിലേക്ക് കളക്ട് ചെയ്യാം, പിന്നെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് നെക്സ്റ്റ് ഓയിൽ ഒഴിക്കാം. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് പറ്റിപ്പോയത് ആ ഒരു മിഷനകത്ത് ഫുള്ളിങ്ങനെ ഓയിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കത്തില്ലേ, നമ്മൾ ഈ ചുരണ്ടി എടുത്താൽ വരുന്ന അതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഓയിൽ ചൂടായിട്ട് ഇങ്ങനെ ഒരു തിക്കായിട്ട് അതിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ക്ലീൻ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കൊന്ന് 1/2 മണിക്കൂർ കണ്ടിന്യൂസ് അച്ഛൻ കിടന്ന് അതിനകത്ത് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ടാണ് അത് നല്ല സിൽവർ കളറിൽ നമ്മൾ വാങ്ങിച്ച സമയത്ത് അതിൻ്റെ ഉൾവശം എങ്ങനെയായിരുന്നു അതുപോലെ കിട്ടിയത്. അമ്മാതിരി പണിയെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഈ മെഷീൻ ആർക്കെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ നമ്മുടെ മെഷീൻ്റെ പ്രവർത്തനം. അപ്പം ഒരുപാട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പായാലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ മെഷീൻ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഈ ഒരു ഓയിൽ തന്നെ പവർ മെഷീനിൽ ഓട്ടോമാറ്റിക്കലി ഓയിൽ എല്ലായിടത്തും ഇങ്ങനെ ഫ്ലൂയിഡ് എല്ലായിടത്തും അങ്ങ് ചെല്ലുന്നുണ്ട്, പമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഈ ഹാർഡായി കഴിയുമ്പം ഇതുപോലെ പറ്റിപ്പിടിച്ച് എന്തൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേന് പവർ മെഷീൻ്റെ പവറിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അല്ലറ ചില്ലറ കുറേ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇതുപോലെ നീറ്റാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചേഞ്ച് ചെയ്യുവാണെങ്കിൽ പോലും ഇതുപോലെ ഓയിലൊക്കെ നീറ്റാക്കിയതിന് ശേഷം, അവിടെ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് ഈ ഒരു മെഷീന് എനിക്ക് 25,000 രൂപയായിട്ടുണ്ട് കേട്ടോ.